ഗൈസ്, വെൽക്കം ടു മൈൻഡ് ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുട്ടിക്കാനത്താണ്. അപ്പം നമ്മളിന്ന് കുട്ടിക്കാനത്ത് എൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് അമ്മച്ചി കൊട്ടാരം. അപ്പോൾ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം, ഭയങ്കര സീനാണ്. അപ്പം എന്തായാലും പോയി നോക്കാം, എത്തുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എന്തായാലും എത്തിയാലും ഇല്ലെങ്കിലും നമ്മൾ ഈ വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഓഫ് റോഡൊക്കെ പോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയായിരുന്നു. ഇനി 1 കിലോമീറ്ററും കൂടിയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇവിടെ കുറേ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. നല്ല പട്ടിക്കാടാണ് ഗൈസ്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് ഇപ്പം നല്ല രസമുണ്ട്. കാരണം അവിടെയൊക്കെ പൊളിഞ്ഞു കിടക്കുവാണേലും ഇവിടെ നല്ല ഭംഗിയുണ്ട് ഗൈസ് കണ്ട്. എന്തായാലും പോയി നോക്കാം. കുറേ ആൾക്കാരൊക്കെ ഇവിടെ പോയിട്ട് വരുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. ആക്ച്വലി ഇവിടെ മഴക്കാലത്ത് വരുന്നതാണ് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ, ബിക്കോസ് നല്ല ഗ്രീനറി ആയിരിക്കും. സോ ഗൈസ്, നമ്മൾ എത്തി. ഒരു ഹോണ്ടഡ് പ്ലേസ് ഫീലിംഗ് ഉണ്ട്. ചേച്ചി അവിടെ പറഞ്ഞു ഗൈസ്, നല്ല ഹൊറർ മൂടി പറഞ്ഞു തന്ന ഗൂഗിൾ മാപ്പ് നമ്മളെ ചതിച്ചു. ഇവിടെ കുറെ വണ്ടിയൊക്കെ കിടപ്പുണ്ട്, നമുക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം, എന്നിട്ട് ഇതുവഴി നടന്നു പോവാം. ദിസ് ഈസ് അമ്മച്ചി കൊട്ടാരത്തിന്റെ കുറ്റിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ ഈ നട കയറി പോകണം. നമുക്ക് ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ഫീലൊന്നും വരുന്നില്ല. എല്ലാവരും പറഞ്ഞു ഇവിടെ മഴയത്തൊക്കെ വന്നു കഴിയുമ്പോൾ ഫുൾ മഞ്ഞും ഒക്കെയാണ്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയൊന്നും തോന്നുന്നില്ല. ഇനി നമുക്ക് പോയി നോക്കാം അല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിലെത്തി. 19th സെഞ്ച്വറിയിൽ ട്രാവൻകൂർ രാജാവായ മൂലം തിരുനാളാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയത്. ഹിസ്റ്ററി എന്ന് പറയുന്നത് അന്ന് കാലത്തെ മഹാരാജാക്കളുടെ ആരായിരുന്നു ഭാര്യമാരെ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവരിവിടെ സമ്മർ സമയത്ത് ഇവിടെ താമസിക്കാൻ വരും. സോ അവരെ അമ്മച്ചി എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഇത് അമ്മച്ചി കൊട്ടാരം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ വീണ്ടും ചമ്മി. ഇവിടെ വണ്ടിയൊക്കെ വരുമായിരുന്നു, നമുക്കറിയില്ലായിരുന്നു. ആൻഡ് ഇതാണ് അമ്മച്ചി കൊട്ടാരം. കണ്ടിട്ട് പഴയൊരു ബിൽഡിങ്. സോ ഗൈസ്, ഇതിൻ്റെ അകത്ത് ഇത് പൂട്ടിയിട്ടാണ്, നമുക്കിതിൻ്റെ അകത്തൊന്നും കാണാൻ പറ്റില്ല. അത് നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് ഇതിൻ്റെ അകം. ഇതുണ്ട്, മറ്റേ തണുപ്പ് തീ കത്തിക്കുന്ന സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാണ് ഗൈസ് ഇവിടെ. നമ്മളിതിൻ്റെ അകത്ത് കയറാൻ പോവാണ്. ഈ അപ്പച്ചൻ പൈസയൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് കയറി. ഇവിടെ അവരൊരു അപ്പച്ചനുണ്ട്, പുള്ളി നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി. ഒരാൾക്ക് 50 rupees എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ 200 രൂപ കൊടുത്തിട്ട് ഇവിടെ വന്ന് കുറേ ആൾക്കാർ ഞങ്ങൾ ഒരുമിച്ച് കയറി. സോ ബട്ട് ഭയങ്കര സ്മെല്ലൊക്കെയാണ് ഇവിടെ. സോ ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ട്, നമുക്ക് ഇതൊക്കെ തുറന്ന് നോക്കാൻ പറ്റുമോ? എൻ്റെ വീടിനെ കൂട്ടിയേക്കാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോടെ നടന്നു പോകാം. ഈ അപ്പച്ചനാണ് ഇതിൻ്റെ ക്യാരക്ടർ. പുള്ളി ഇവിടെ കഞ്ഞിയൊക്കെ വെക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇതുവഴി ഇത് റൗണ്ട് അടിച്ചു പോവാം. അതിലെയാണോ? എന്തിലേ പോയാലും കറക്റ്റ് അല്ലേ? അപ്പം ദാറ്റ്സ് ദാറ്റ്. അപ്പച്ചൻ പറഞ്ഞു കുറേ റൂമൊക്കെ ഉണ്ട്, പൂട്ടിയിട്ടിട്ടുണ്ട് കുറേയൊക്കെ. ഇതാണ് മഹാരാജാവിൻ്റെ റൂം. ഇപ്പം കോഴിയൊക്കെയാണ് ഇരിക്കുന്നത് മഹാരാജാവായിട്ട്. വെരി ഗുഡ്. നല്ല അടിപൊളി സ്മെല്ലാണ് ഗൈസ്. പഴയതൊക്കെ ആണെങ്കിലും ഇവരിത് കൺസേർവ് ഒന്നും ചെയ്തിട്ടില്ല, ഭയങ്കര നശിപ്പിച്ചിട്ടേക്കുവാണല്ല. ഇത് ഇവിടെ എല്ലായിടത്തും ഈ സംഭവമുണ്ട്. പണ്ടൊക്കെ ഇവിടെ നല്ല തണുപ്പായിരുന്നു കാണും, അതുകൊണ്ടാണ്. ഇങ്ങോട്ട് ഇറങ്ങി പോകാമോ? സോ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പോവുകയാണ്. മഹാരാജാവിൻ്റെ ഡൈനിങ് ഹാളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നുമില്ല, കൊറേ ഇരുട്ട. പാമ്പൊന്നും ഉണ്ടാവരുതേ. ഇതാണ് ഗൈസ് ഇതിൻ്റെ അകം. സോ ഇവിടെയായിരുന്നു അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സ്ഥലം. ഗൈസ്, അങ്ങനെ നമ്മൾ അമ്മച്ചി കൊട്ടാരം മൊത്തം കണ്ടു. അകത്ത് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. സോ എനിക്കറിയില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. ഗൈസ്, കേരളത്തിൻ്റെ പോക്ക് ഇങ്ങോട്ടാണ്. ഇവിടെ എന്താണ് ഗൈസ് നടക്കുന്നത്? ഇവിടെ എന്താണ് നടക്കുന്നത്? പ്രത്യേകിച്ച് ഇതില്ല, കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. സോ കുഴപ്പമില്ല, ചുമ്മാ വരാം. എനിക്ക് മഴക്കാലത്ത് വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രസമായിരിക്കും. ആ സമയത്ത് കോടയൊക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല ഗ്രീനറി ഒക്കെ ആയിരിക്കും. ഇപ്പോൾ എല്ലാം ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് അത്ര വൈബില്ല. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.